യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം കുറിവാക്യമായി വായിച്ച് ചില ഭാഗങ്ങൾ വളരെ വേഗം ഈ രാത്രി ഓർമ്മിപ്പിച്ച് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിൻ്റെ വെളിപ്പാടാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. ആ ഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വളരെ ശക്തമായി സംസാരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി അല്പസമയം ഞാൻ നിങ്ങളുമായിട്ട് സംവാദം നടത്തുവാൻ താല്പര്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ദൈവഹിതം എന്നുള്ള ഒരു വിഷയമാണ്. ഇന്ന് രാത്രി ആ വിഷയത്തിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കുറവുകൾ തീർക്കുന്ന, കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ അത്ഭുതം ചെയ്യുന്ന, മിസ്കാൽക്കുലേഷൻ സംഭവിക്കുമ്പോൾ വളരെ ശക്തമായി അത്ഭുതം ചെയ്യുന്ന ആരാധ്യനായ ക്രിസ്തുവിനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ വളരെ കാര്യമായി വായിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പൊതുജനനം നൽകുന്ന ആരാധ്യനായ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ശമരിയക്കാരി സ്ത്രീയുടെ മാനസാന്തരവും യേശുവാണ് ലോകരക്ഷിതാവ് എന്ന് ആദ്യമായി പ്രഖ്യാപനം നടത്തുന്നത് ശമരിയക്കാരി സ്ത്രീയാണ്. 4-ാമത്തെ അധ്യായത്തിലാണ്. 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 38 വർഷം കൊണ്ടുള്ള രോഗത്തെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ട് ഒരു പുതിയ ശക്തി നൽകുന്ന വചനത്തിൻ്റെ വെളിപ്പാടാണ് 5-ാം അധ്യായത്തിൽ വളരെ കാര്യമായി മനസ്സിലാക്കുവാനായി കഴിയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ജീവൻ്റെ അപ്പമാകുന്ന ആരാധ്യനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് ആസ്പദമാക്കി ശക്തമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ 6-ാം അധ്യായത്തിൽ കാണുകയാണ്. എൻ്റെ സ്നേഹിതൻ പാസ് ബിനു VS വായിച്ച് സഹായിച്ച വാക്യം എല്ലാവരും ഇന്ന് രാത്രി ഹൃദയത്തിൽ കോറിയിടുവാൻ ദയവായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പാട്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. 2026 ജാനുവരി മാസം അവസാന ദിവസങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ അങ്ങ് തൃശ്ശൂർ മുതൽ പാറശാല ഇടയിലുള്ള നിരവധി സെക്ഷനിലുള്ള വിശ്വാസി സമൂഹ പാസ്റ്റർമാർ 2-ാമത്തെ രാത്രി അല്ല, ഈ ആത്മിക കുടുംബ സംഗമത്തിൽ ഈ ആഴ്ച നാം ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ എത്ര പേർക്ക് ഇത് രാത്രി എന്നോട് ചേർന്ന് പറയുവാൻ ആത്മാവിൽ മനസ്സുണ്ട്? ധാർഷ്ട്യം കാണിക്കുവാനല്ല 2026 ആരാധ്യനായ ദൈവം നമുക്ക് നൽകിയത്. അഹന്ത കാണിപ്പാൻ, നിഗളം കാണിപ്പാനല്ല, ഒരുപക്ഷെ സ്ഥാനത്തിൻ്റെ ആഷ്പോഷ് ജീവിതം നയിപ്പാനല്ല. ഇന്ന് രാത്രി ആരാധ്യനായ ദൈവം ഈ ആണ്ടിൽ നമുക്ക് അവസരം നൽകിയത്. കമാൻ, ഈ രാത്രി ഒന്ന് ചേർന്ന് എത്ര പേർക്ക് വചനത്തിന് വെളിപ്പാടൊന്ന് തിരിച്ചറിഞ്ഞ് ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി നിയോഗമുണ്ട്? എനിക്ക് ഭൂമിയിൽ ജന്മം തന്ന് ഈ പ്രായത്തിലും എന്നെ നിലനിർത്തിയതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ എന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, കമാൻ, 2-ാമത്തെ രാത്രി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ഈ രാത്രി ഒരു തകർപ്പൻ സ്തോത്രം ചെയ്താട്ട്. 2025 മലയാള മനോരമയിലും ദേശാഭിമാനിയിലും മംഗളത്തിലും തനിനിറത്തിൽ എന്ന് വേണ്ട ഒത്തിരി നിരവധി പത്രങ്ങൾക്കകത്ത് നിര്യാതരായി എന്ന കോളങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നപ്പോൾ അവിടെയൊന്നും നമ്മുടെ ഫോട്ടോ വരാതെ, പേര് വരാതെ, അവിടെയൊന്നും ചിരിച്ചുകൊണ്ടിരിക്കാതെ ഇന്ന് രാത്രി കുടുംബ സംഗമത്തിന്റെ 2-ാമത്തെ രാത്രി യേശുവിന്റെ ദൈവത്തെ ആരാധിപ്പാൻ അഭിഷേകത്തോടെ ആത്മാവ് കൊണ്ടുവന്ന ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് ആത്മരം തുറന്ന് ആത്മബലത്തോടെ സ്തോത്രം ചെയ്യാ. എനിക്ക് ആയുസ് തന്ന ദൈവം, എനിക്ക് ആരോഗ്യം തന്ന ദൈവം, ശത്രു ബന്ധിച്ചതിനെ സ്വർഗം വിടുതലാക്കി, ശത്രു കെട്ടിയതിനെ സ്വർഗം അഴിച്ച്, പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ അഴിപ്പാ ദൈവം അധികാരം നൽകി എന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ള ദൈവത്തിന്റെ ദാസന്മാർക്ക് ഇന്ന് രാത്രി ആ വചനത്തിന്റെ വെളിപ്പാട് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഈ പന്തലിൽ നെടുകെ കുറുകെ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞ് ആ 2 കരകളും ഒന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ പറഞ്ഞാട്ട് ഈ ആണ്ടിൽ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത് അങ്ങയുടെ ഹിതം ചെയ്യുവാൻ. ആ വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന മാന്യ ശ്രോതാക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ സഭയുടെ അധ്യക്ഷൻ മുതൽ അങ്ങേയറ്റം ഈ പന്തലിന്റെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് വരെ ശരീരത്തിൽ രോഗമില്ലാത്ത ആരുമില്ല. ഒരുപക്ഷെ ന്യൂറോ സംബന്ധിച്ചുള്ള രോഗമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്ടർക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾക്കറിയാം. ഓർത്തോ സംബന്ധിച്ചുള്ള ഒരു ഡോക്ടറാണെങ്കിൽ ഓരോ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റുകളിലുള്ള വൈദ്യന്മാർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരു സൈക്കോളജി
സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ ഹൃദയത്തിൻ്റെ അകത്തുള്ള ശൂന്യത, പക്ഷെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത പരിമിതികൾ ഒരുപക്ഷെ ഏറെക്കുറെയൊക്കെ കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി അഖിലാണ്ടത്തെ നിർമ്മിച്ച ആരാധ്യനായ ദൈവ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആരാധ്യനായ ദൈവ, ഇന്ന് രാത്രി ശുശ്രൂഷകന്മാർ ചേർന്ന് പറയാ, എത്ര പേർക്ക് ആത്മാവിൽ നിയോഗമുണ്ട്? വിശ്വാസി സമൂഹങ്ങൾക്ക് എത്ര പേർക്ക് ചേർന്ന് പറയാ, ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുണ്ട്? എന്നെ നന്നായി അറിയാവുന്ന ഒരു ആരാധ്യനായ കർത്താവ് ഇതിന്റെ അകത്തുണ്ട് എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന സഹോദരിമാ, കമാൺ, ശബ്ദമുയർത്തി ആദരകൾ തുറന്ന് അക്കരകൾ ചേർത്തടിച്ച് അഭിഷേകത്തോടെ വൈദ്യശാസ്ത്രം അഭിപ്രായപ്പെടുന്നത് ഒരു പുരുഷന്റെ തലച്ചോറിന് ഏതാണ്ട് 1300 മുതൽ 1400 ഗ്രാം വരെ, 1 കിലോ 300 ഗ്രാം തൊട്ട് 1 കിലോ 400 ഗ്രാം വരെ ഭാരമുണ്ടെന്ന് വൈദ്യശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. ഒരു സ്ത്രീയുടെ തലച്ചോറിന്റെ ഭാരം 1198 ഗ്രാം മുതൽ 1250 ഗ്രാം വരെ, 1 കിലോ 198 ഗ്രാം മുതൽ ഏതാണ്ട് 1.25 കിലോ മാത്രമാണ് ഒരു സ്ത്രീയുടെ. അത് വൈദ്യനാണെങ്കിലും അല്ല, ഡോക്ടറാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു കർഷകരാണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം തലച്ചോറിന്റെ ഭാരം ഞാൻ പറയപ്പെട്ട കണക്കുകളാണ്. എന്നാൽ ഇന്ന് രാത്രി 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെ, 1198 ഗ്രാം മുതൽ 1250 ഗ്രാം വരെയുള്ള തലച്ചോറിന്റെ ഭാരങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ഹിതം അറിയാൻ, മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോ, കമാൺ, അതരങ്ങൾ തുറന്ന് ഈ രണ്ടാമത്തെ രാത്രി എത്ര പേർക്ക് ചേർന്ന് പറയാ, ആത്മാവിൽ നിയോഗമുണ്ട്? എന്റെ ഓരോ വഴിത്താരകളും ഇന്ന് രാത്രി അറിയിക്കുന്ന ഒരു ആരാധ്യനായ ദൈവം രണ്ടാമത്തെ രാത്രി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് എന്ന് വിശ്വാസത്തോടെ വിശ്വസിപ്പാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുണ്ട്? എല്ലാ ദൈവദാസന്മാരും കമാൺ, ഒന്ന് ശബ്ദമുയർത്തി ചേർന്ന് പറഞ്ഞാട്ട് ഈ തലമുറയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോ അന്ധകാര ശക്തികളെ തകർക്കാൻ കരുത്തുള്ള ആരാധ്യനായ ദൈവം ഈ രാത്രി ഇറങ്ങി വരുമെന്ന് വിശ്വാസത്തോടെ വിശ്വസിക്കുന്നവർ രണ്ട് കരകളും ഒന്ന് ചേർത്തടിച്ച് ഒരു 30 സെക്കൻഡ് ശക്തിയോടെ അഭിഷേകത്തോടെ അപ്പൊ എല്ലാവരും ഇന്ന് രാത്രി എന്ന് മനസ്സിലാക്കണം, നമ്മുടെ ചെറിയ തലച്ചോറിന്റെ ഭാരങ്ങൾ കൊണ്ട്, ആ തലച്ചോറിന്റെ വെയിറ്റ് കൊണ്ട് അഖിലാണ്ടത്തെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആരാധ്യനായ ദൈവത്തിന്റെ ഹിതം എന്താ എന്ന് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഈ 2026 ജാനുവരി മാസം എന്നെ നടത്തുന്ന ദൈവകൃപ ഓർത്ത് ഇന്ന് രാത്രി എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വാസത്തോടെ പറയാ. കരുത്തുള്ളവരെ കരം ഉയർത്തി ഒരു തകർപ്പൻ സ്തോത്രം ചെയ്താട്ടെ. ഒരു പക്ഷെ ചോദിച്ചേക്കാം, ജോസ് പാസ്റ്റർ, ദൈവഹിതം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാമത്തെ വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 21-25 ആ ഭാഗത്തെ ഏറ്റവും അവസാനത്തെ അധ്യായവും അവസാനത്തെ വാക്യവും. എന്നാൽ അടുത്ത പേജ് മറിക്കുമ്പോൾ ജനം ദൈവത്തിന്റെ ഇഷ്ടത്തെ മറന്ന് അവർ ബോധിച്ചതുപോലെ നടന്നപ്പോ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്, ദേശത്ത് ക്ഷാമമുണ്ടായി. കമാ, ഈ രണ്ടാമത്തെ രാത്രി എത്ര പേർക്കൊന്ന് ചേർന്ന് സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ട്? സംഘടനയ്ക്കകത്ത് ക്ഷാമമുണ്ടെങ്കിൽ, നീ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയ്ക്കകത്ത് ക്ഷാമമുണ്ടെങ്കിൽ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ക്ഷാമമുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ പഠനത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ക്ഷാമമുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്ന കൊച്ചു കുടുസ് മുറിക്കകത്ത് സ്തോത്രത്തിനും ഹല്ലേലൂയയ്ക്കും ആരാധനയ്ക്കും അന്യഭാഷയ്ക്ക് ഇന്ന് രാത്രി ക്ഷാമമുണ്ടെങ്കിൽ, രണ്ടാമത്തെ രാത്രി ആത്മാവ് ദൈവസഭകളോട്, ദൈവദാസന്മാരോട് ഒരു പ്രവചന ശബ്ദം ശക്തിയോടെ വിളിച്ചു പറയുന്നു, മടങ്ങി വരട്ടെ ദൈവഹിതത്തിലേക്ക്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. ബോധിച്ചതുപോലെ നടന്നത് നിർത്തിയിട്ട്
ഇന്ന് രാത്രിയിലും ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായ ദൈവപ്രവൃത്തി നടക്കുക തന്നെ ചെയ്യാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവർക്കും പരിചയമുള്ള വചനത്തിന്റെ വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭവനമായ, ഒന്നുകൂടി വളരെ കാര്യമായിട്ടൊരു വ്യാഖ്യാനം നൽകിയ, അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് അബീമേലെക്കും മഹ്ലോനും കില്യോനും നവോമിയും ഒക്കെ എവിടേക്കാ പോകുന്നത്? മോവാബിലേക്കാണ് പോകുന്നത്. ജനം ദൈവഹിതം വിട്ട് ബോധിച്ചതുപോലെ നടക്കാൻ തുടങ്ങിയപ്പോ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുകയാ. മോവാബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മോവാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് എന്താ? 108-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. വട്ടക എന്നത് ഒരു മലയാള പദമാ. അത് അല്പ കഠിനമായ പദമാ. അതിന്റെ അർത്ഥവ്യാപ്തി എല്ലാവർക്കും പലപ്പോഴും മനസ്സിലാക്കാനായി കഴിയുന്നില്ല. എന്നാൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മോവാബ് ഈസ് മൈ വാഷ് പോട്ട്, മോവാബ് ഈസ് മൈ വാഷ് ബേസിൻ. നമ്മുടെ കുടുംബത്തിലൊക്കെ ലിവിംഗ് റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിലോ ബാത്റൂമിലോ ഒക്കെ എന്തുണ്ട്? വാഷ് ബേസിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. എന്താ വാഷ് ബേസിൻ കാണിക്കുന്നത്? ലോകത്തെ, പാപത്തെ, പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി വചനത്തിന്റെ വെളിപ്പാട്. ദൈവത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയ ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുവെങ്കിൽ കമാൺ, അതരം തുറന്ന് 2-ാമത്തെ രാത്രി അഭിഷേകത്തോടെ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആത്മബലത്തോടെ വിളിച്ചു പറ, ഞങ്ങൾ മടങ്ങി വരുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേം വിട്ട് അവർ യാത്ര തുടങ്ങിയപ്പോ എന്തോ ആരംഭിച്ചു? ക്ഷാമം ആരംഭിച്ചു. എന്നാൽ 1-ാം അധ്യായം തീരുന്നത് ക്ഷാമത്തോടെയല്ല, ഒരു യവക്കൊയ്ത്തിന്റെ ആരംഭത്തോടെ. 2026 ആത്മാവിലെ ഒരു വചന വെളിപ്പാട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഈ ആഴ്ച കഴിയുന്നതിന് മുമ്പ് നമ്മുടെ സഭയുടെ അധ്യക്ഷൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുൻപ് ചില സഭകളിലെ ക്ഷാമം മാറ്റാ എന്റെ ദൈവം തയ്യാറാ. ഇന്ന് രാത്രി നിർബന്ധമില്ല. ആ വചനത്തിന് വെളിപ്പാട് ഏറ്റെടുക്കുന്നവർ ഈ ആഴ്ച ചേർന്ന് പറ, നീ ഇവിടെ ആരാധിക്കുമ്പോ നിന്റെ പ്രാദേശിക സഭയ്ക്കകത്ത് ചില ക്ഷാമങ്ങൾ ദൈവം മാറ്റുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ പോരാ, 2 കരകൾ ചേർത്തടിച്ച് ശക്തിയോടെ 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 ഒരു 30 സെക്കൻഡ് ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ പറഞ്ഞാട്ട് ചില ക്ഷാമങ്ങൾ ദൈവം മാറ്റുകയാ. അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോ മോവാബിൽ സംഭവിച്ചത് എന്താ? വചനത്തിന്റെ വെളിപ്പാട് 3 ശവക്കല്ലറകൾ, 3 കുടുംബക്കല്ലറകൾ അവിടെ ഉയരുകയാ. 3 സ്ത്രീകൾ വിധവയായി മാറുകയാ. ഇന്ന് രാത്രി വചനത്തിന്റെ വെളിപ്പാട്, ഈ വചനത്തിന്റെ അകത്തെഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം പോലെ ഞങ്ങൾ ജീവിക്കണമോ വേണ്ടായോ എന്ന് ഇന്ന് രാത്രി ചോദിക്കുന്ന ആരെങ്കിലും ഈ യോഗത്തിന് നടുവിലുണ്ടെങ്കിൽ അതരം തുറന്ന് അഭിഷേകത്തോടെ ചേർന്ന് പറഞ്ഞാട്ട് നിന്റെ കുടുംബത്തിൽ ശത്രു ബന്ധിച്ച ചില ബന്ധനത്തെ ഇന്ന് രാത്രി സ്വർഗം അടിച്ചു മാറ്റാൻ പോകുകയാ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ഇന്ന് രാത്രി അഴിപ്പാ എന്റെ ദൈവം അധികാരം തരാൻ പോകുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക? പതിറ്റാണ്ടുകളാ ചില ഹെറിഡിറ്ററികളെ, പിതൃപാരമ്പര്യങ്ങളെ ആത്മാവിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് വചനം ഏറ്റെടുക്കുന്നവർ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഒന്ന് ആത്മാവിൽ ആരാധിച്ചോ. ചില പിതൃപാരമ്പര്യ ശക്തികള് ആത്മാവേ ഒരു സദൈവ സാന്നിധ്യം ഒരറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ 2-ാമത്തെ രാത്രി വ്യാപരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കോ, 3-ാം ദിവസം എഴുന്നേൽപ്പിക്കോ. എത്ര പേർ ഒരു ഉണർവിന് ഇന്ന് രാത്രി തയ്യാറാ? ഓ ഗെറ്റ് റെഡി നൗ. ഇന്ന് രാത്രി ഞാൻ തയ്യാറാ എന്ന വിശ്വാസത്തോടെ വേദിയിലുള്ള എത്ര ദൈവദാസന്മാർക്ക് ഇന്ന് രാത്രി പറയാൻ നിയോഗമുണ്ട്? കരകളെ തട്ടിയോ, കരകളെ ഉയർത്തിയോ, കരകളെ വീശിയോ, ശക്തിയോട് ഈ രാത്രി ചേർന്ന് പറഞ്ഞാട്ട്
ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ ക്ഷാമം വെളിപ്പെടുമ്പോൾ 1-ാം അധ്യായത്തിന്റെ അവസാനം അവിടെ വായിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് ഒരു ബാർലി ഹാർവസ്റ്റ്, ഒരു യവക്കൊയ്ത്ത് അവിടെ സംഭവിക്കുകയാണ്. അസംബ്ലി സമൂഹത്തിലുള്ള എല്ലാ ദൈവത്തിന്റെ ദാസന്മാരും വിശ്വാസി സമൂഹം ചേർന്ന് പറയണം, ഇത് ക്ഷാമത്തിന്റെ വർഷമല്ല. 2026 സെക്ഷനുകൾ ക്ഷാമത്തിന്റെ വർഷമല്ല. അസംബ്ലി സമൂഹ ക്ഷാമത്തിന്റെ വർഷമല്ല. നിന്റെ കുടുംബ ക്ഷാമത്തിന്റെ വർഷമല്ല. ആ വചന വെളിപ്പാട് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമില്ല, ആദരം തുറന്ന് അഭിഷേകത്തോടെ നമ്മുടെ എല്ലാത്തിൻ്റെയും റോൾ മോഡൽ എന്ന് പറയുന്നത് നസ്രേനായ ആരാധ്യനായ യേശു ക്രിസ്തുവ. 40 മിനിറ്റ് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് സഭയുടെ സെക്രട്ടറി തോമസ് ഉൽ സാറ് എനിക്ക് നിർദ്ദേശം തന്നപ്പോൾ ആ ദിവസം മുതൽ 40 മണിക്കൂർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി വേദിയിൽ നിൽക്കുന്നത്. എനിക്കിന്ന് രാത്രി ഒരു ഉറപ്പുണ്ട്, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുമെന്ന്, ചിലരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുമെന്ന്, പതിറ്റാണ്ടുകളാ നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനത്തെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുമെന്ന്. ഈ രാത്രി കാണികളല്ല, ഈ പന്തലിന്റെ അകത്ത് നെടുകൈ കുറുകയ ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി വ്യാപരിക്കുമെന്ന്. അല്പസമയം ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തോ. ചില ക്ഷാമങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരാധ്യനായ യേശു ക്രിസ്തുവ. 40 സങ്കീർത്തനം അതിന് 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്? ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. അടുത്ത വചനത്തിന്റെ വെളിപ്പാട്, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അടുത്തത് ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. 40 സങ്കീർത്തനം 8-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. യേശു കർത്താവിന്റെ വരവിനെ ഈ താണഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നതിനെ സംബന്ധിച്ചുള്ള ദാവീദിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊട്ടേഷനാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. എന്തിനാ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നത്? പീലാത്തോസിന് പകരം രാജാവാകാനല്ല, ഹെരോദാവിന് പകരം അമരക്കാരനാകാനല്ല, കയ്യഭാവിന് പകരം മുഖ്യാസനത്തിൽ കസരയിൽ ഇരിപ്പാനല്ല. ഇന്ന് രാത്രി ചേർന്ന് ആദരങ്ങൾ തുറന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ട്, അഖിലാണ്ടത്തെ നിർമ്മിച്ച പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആരാധ്യനായ ദൈവത്തിന്റെ ഇഷ്ട ചെയ്യാ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവ അക്കരകളെന്ന് തട്ടി ശക്തിയാണ്. ആ വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രിയിലും ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പം ദൈവം മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മറ്റൊന്നിനുമല്ല. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, ഗദർദേശത്തെ ഭൂതഗ്രസ്തന്റെ ഭൂതത്തെ സൗഖ്യമാക്കിയത്, കൈവരണ്ട മനുഷ്യന്റെ കൈകളെ നിവർത്തിയത്, കുഷ്ഠരോഗിയെ വാക്കുകൊണ്ട് ശുദ്ധീകരിച്ചത്, പക്ഷപാത രോഗിയെ കിടക്കയെടുത്ത് നടത്തിയത്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഇതൊന്നും യേശു ക്രിസ്തുവിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ ഹിതമായിരുന്നു. അസംബ്ലി സമൂഹത്തിലെ ദൈവത്തിന്റെ ദാസന്മാർ, വിശ്വാസി സമൂഹങ്ങൾ 2-ാമത്തെ രാത്രി ചേർന്ന് പറ, 2026 എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നത് മറ്റൊന്നിനുമല്ല. എത്ര പേർക്കൊന്ന് ചേർന്ന് പറയാ, ആത്മാവിൽ നിയോഗമുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ. അവിടെ ഒരു ശാന്തമായി 1-2 വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് മുൻപിലേക്ക് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. ക്രൈസ്തലോ അവിടെ ചെവി തുളയ്ക്കപ്പെട്ട ഒരു അടിമയെ പോലെയാണ് യേശു ക്രിസ്തു ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വളരെ കാര്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ
താൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ആരായിരിക്കും? ദാസനായിരിക്കും. യേശുക്രിസ്തു എങ്ങനെയാ ഈ ഭൂമിയിലേക്ക് വന്നത്? സങ്കീർത്തനം 48 കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനെ പോലെ ആരാധ്യനായ ക്രിസ്തു ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാ. അക്കാലത്ത് യഹൂദ യജമാനന്മാർ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ അടിമച്ചന്ത അവർ അടിമച്ചന്തയിൽ പോയി അടിമകളെ വാങ്ങിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ആ യഹൂദ യജമാനൻ ഒരു അടിമയെ വാങ്ങിച്ചാൽ ആ അടിമ 6 വർഷം ആ മനുഷ്യൻ്റെ വീട്ടിൽ ജോലി ചെയ്യും. 7ാമത്തെ വർഷം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാം. എന്നാൽ ഈ 6 വർഷം ജോലി ചെയ്ത ആ യഹൂദ യജമാനൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഈ അടിമയ്ക്ക് ബോധ്യം വന്നാൽ ആ അടിമ യജമാനൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഞാൻ സ്വാതന്ത്ര്യത്തോടെ പോകുന്നില്ല, ഇനി എൻ്റെ ജീവിതകാലം മുഴുക്കെ അങ്ങയോടൊപ്പം നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാ എന്ന് യഹൂദ യജമാനന്റെ അടുക്കലേക്ക് ഒരു അടിമ ചെന്ന് വളരെ കാര്യമായി സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെന്നിട്ട് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് അവൻ്റെ കാത് ഒരു സൂചി കൊണ്ട് കുത്തിത്തുളയ്ക്കും. എന്നിട്ട് അവൻ പുറത്തേക്ക് പോയാ ഉലകം മുഴുക്കെ ആരൊക്കെ കണ്ടാലും അവരെല്ലാം വിളിച്ചു പറയും, ഇവൻ ഒരു സാധാരണക്കാരനല്ല, ഇവൻ ഏതോ യജമാനന്റെ ഒരു അടിമയാണ്. 2026 ജാനുവരി മാസത്തിലേക്ക് എത്തപ്പെട്ട എത്ര മാന്യ ശ്രോതാക്കൾക്ക് ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് ഉണ്മയോടെ പറയാ, ആത്മാവിൽ കരുത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആരാധ്യനായ യേശു ക്രിസ്തുവിന്റെ അടിമയാ എന്ന് ഇന്ന് രാത്രി പറയാ. ഉലകത്തിലെ ഏതൊക്കെ ശക്തികൾ ഇളകി വന്നാലും, ഏതൊക്കെ മന്ത്രവാദ ശക്തികൾ, ഏതൊക്കെ ആഭിചാരങ്ങൾ, ഏതൊക്കെ അന്യായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഇളകി വന്നാലും ദൈവകൃപ പ്രാപിക്കുന്നവർ ശക്തിയോടെ പറഞ്ഞാട്ട്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഇന്ന് രാത്രി ആ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നിയോഗം പ്രാപിച്ചവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തിനായിരുന്നു? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അടുത്ത വചനത്തിന്റെ വെളിപ്പാട് ഞാനും നിങ്ങളും മനസ്സിലാക്കി ഒരു ചെവി തുളയ്ക്കപ്പെട്ട ദാസനെ പോലെയാ യേശു ക്രിസ്തു താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു ക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ എന്താ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ശുശ്രൂഷയിൽ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചപ്പോ എന്താ സംഭവിച്ചത്? യേശു അവരോട് അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ലഞ്ച്, എൻ്റെ ഡിന്നർ. ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യാ? ഇന്ന് രാത്രി ചേർന്നെന്ന് പറഞ്ഞാട്ട് മതിലെ കുരുത്ത കുടുംബക്കാരല്ലായിരിക്കുക. ഇന്ന് രാത്രി ഉയർന്ന വർണ്ണവും വർഗവും അല്ലായിരിക്കുക. വലിയ മുന്തിയ വീടോ രമ്യ ഹർമ്മങ്ങളോ വീടോ ഇന്ന് രാത്രി കാണാതെ പോയിരിക്കുക. പക്ഷെ ദൈവകൃപ പ്രാപിച്ചവർ ഈ രാത്രി ചേർന്നവർ അഖിലാണ്ടത്തെ നിർമ്മിച്ച ആരാധ്യനായ ദൈവത്തിന്റെ ഒരു ദാസൻ. ഇന്ന് രാത്രിയിലും ആ വചനത്തിന്റെ വെളിപ്പാട് ഏറ്റെടുക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് ഗത്സമനത്തോട്ടം, ഗബദയുടെ കൽക്കളം, ഗോൽഗോത്തായുടെ കൊലക്കളം അത് കണ്ടുകൊണ്ട് യേശുക്രിസ്തു ഇങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പാതാളങ്ങൾ കേൾക്കെ, പിശാച് കേൾക്കെ, അന്യായ ബന്ധനങ്ങൾ കേൾക്കെ, മന്ത്രവാദ ശക്തികൾ കേൾക്കെ, പട്ടണഭൂതങ്ങൾ കേൾക്കെ, അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദുർശക്തികൾ കേൾക്കെ. ഇന്ന് രാത്രി ഒന്ന് അത്തരം തുറന്ന് സ്തോത്രം ചെയ്ത് ആത്മനിയോഗത്തോടെ ഈ രാത്രി വിളിച്ചു പറ. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അടഞ്ഞ വഴികളുണ്ട്.
എങ്കിലും ഇന്ന് രാത്രി അതൊന്നും ഞാൻ വകവെക്കുന്നില്ല. ശക്തിയോടെ മുൻപിലേക്ക് പോകുക. ഒന്ന് രണ്ട് ചിന്തകൾ കൂടി വളരെ വേഗം ഓർമ്മിപ്പിച്ച് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ ദൈവഹിതം അറിയുവാൻ സ്വർഗം വെച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെയാ? വളരെ കാര്യമായി ഞാനും നിങ്ങളും വചനം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് എന്തോ ചെയ്തു? അരുളി ചെയ്തു. പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും. ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ തിരുഹിതമറിയാൻ, പെർഫെക്റ്റ് ഗോഡ് വിൽ, പൂർണ്ണ ദൈവഹിതമറിയാൻ ദൈവം വെച്ചിരുന്ന 4 മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 30-ാമത്തെ വാക്യം. മഹാപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ധരിക്കുന്ന അങ്കിയുടെ ഒരു പേരുണ്ട്. ആ അങ്കിയുടെ പേര് ന്യായവിധി പതക്കം അല്ലെങ്കിൽ മാർപ്പതക്കം, ഏഫോദ്. ആ 12 ഗോത്രത്തിൻ്റെ പേരും ആ ഏഫോദിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ആ മാർപ്പതകത്തിനകത്ത് 2 രത്നക്കല്ലുകൾ അവരുടെ പക്കലുണ്ട്. ആ കല്ലുകളുടെ പേര് ഒന്ന് ഊറീമ്, മറ്റൊന്ന് തുമ്മീമ. ഈ ഊറീമും തുമ്മീമും ദൈവഹിതം അക്കാലത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ, ഓരോ കുടുംബങ്ങളിൽ, ഓരോ സഭയ്ക്കകത്ത് വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കല്ലുകൾ, ആ കല്ലുകൾ പ്രകാശിച്ചാൽ, ആ കല്ലുകൾ ബ്ലിങ്ക് ചെയ്താൽ ദൈവഹിതമായിരുന്നു എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നു. ഒരു കല്ലിൻ്റെ അർത്ഥം പ്രകാശമെന്ന്, മറ്റൊരു കല്ലിൻ്റെ അർത്ഥം സത്യമെന്ന്. അപ്പൊ വെളിപ്പാടും സത്യവും പ്രകാശവും അക്കാലത്ത് ഊറീമും തുമ്മീമും ഉപയോഗിച്ച് ആളുകൾ ദൈവഹിതം അറിഞ്ഞിരുന്നു. എന്നാൽ 2ാമത്തെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ സദൃശ്യവാക്യം 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ലോട്ട് ചീട്ട് കൊണ്ട് അക്കാലത്ത് തിരുഹിതം അറിഞ്ഞിരുന്നു. ആക്കാനെ തിരഞ്ഞെടുത്തത് ചീട്ടിട്ട, യോനയെ തിരഞ്ഞെടുത്തത് ചീട്ടിട്ട, മത്തിയാസിനെ തിരഞ്ഞെടുത്തത് ചീട്ടിട്ട. ഇതൊക്കെ ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമത്തിന്റെ 2ാമത്തെ വ്യവസ്ഥയാ. എന്നാൽ 3ാമത്തെ വ്യവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വപ്നം, ഡ്രീംസ് ആണ്. യോസഫ് ഉണ്ടല്ലോ, ദാനിയേൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫറവോ രാജാക്കന്മാരുണ്ടല്ലോ. ഈ സ്വപ്നങ്ങൾ കണ്ട് തിരുഹിതം മനസ്സിലാക്കിയിരുന്നു. 4ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത അടയാളങ്ങൾ, സൈനായിരുന്നു. അപ്പൊ 1ാമത്തെ ചിന്ത ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ജഡ്ജ്മെന്റ്, മാർപ്പതക്കം. 2ാമത്തെ ചിന്ത ലോട്ട്. 3ാമത്തെ ചിന്ത ഡ്രീം, സ്വപ്നങ്ങള്. എന്നാൽ 4ാമത്തെ ചിന്ത സൈൻ, അടയാളമാ. അതിന് ഉത്തമ ഉദാഹരണമാ ഗിദയോൻ. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. സ്വർഗം ഗിദയോനെ വിളിച്ചത് അല്ലയോ പരാക്രമശാലിയെ, ഇന്നലെ നീ ആരാ, ഇന്ന് നീ ആരാ എന്നതിന്റെ അർത്ഥത്തിലല്ല ദൈവം ചിലരെ പേര് ചൊല്ലി വിളിക്കുന്നത്. നാളെ നീ ആരാകാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒന്ന് അത്തരം തുറന്ന് ഒന്ന് അഭിഷേകത്തോടെ 2ാമത്തെ രാത്രിയിലോ ഒന്ന് സ്തോത്രം ചെയ്യുക. നിന്റെ തലമുറ ആരാകാൻ പോകുന്നു, നിന്റെ ശുശ്രൂഷ ഏത് ലെവലിലേക്ക് ഇന്ന് രാത്രി സ്വർഗം എത്തിക്കാൻ പോകുന്നു, അതനുസരിച്ച് ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചലിക്കപ്പെടാൻ പോകുക. അഭിഷേകത്തോടെ ദൈവകൃപ അനുഭവിക്കുന്നവർ പോരാ, ശക്തമാ 2 കരങ്ങളോ ഒന്ന് ചേർത്തടിച്ച് ആത്മബലത്തോടെ വിളിച്ചു പറ. നിന്ദിച്ച സ്ഥലത്ത് വന്ദിക്കത്തക്ക നിലകൾ, അപമാനിക്കപ്പെട്ട സ്ഥലത്ത് മാനിക്കപ്പെട്ട നിലകളിൽ, ശത്രു ബന്ധിച്ച സ്ഥലത്ത് ഇന്ന് രാത്രി ഒരു ശത്രുവ് ആ പരം തുറക്കാതെ അഭിഷേകത്തോടെ ദൈവകൃപ പകരത്തക്ക നിലകളിൽ പോരാ, ശക്തിയോടെ ആ പരം തുറന്ന് അഭിഷേകത്തോടെ
ആരാധിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിൽ തിരുഹിതം പെർഫെക്റ്റ് ഗോഡ് വിൽ പൂർണ്ണ ദൈവഹിതം അറിയാൻ 4 മാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഞാൻ നൽകുന്നില്ല. ഊറീമും തുമ്മീമും. രണ്ടാമത്തെ തലം ചീട്ട്, മൂന്നാമത്തെ തലം സ്വപ്നം, നാലാമത്തെ തലം അടയാളം. ആ ഭാഗം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിന് അനന്തരം പരിശുദ്ധാത്മാവ് സഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങി വന്നതിന് അനന്തരം ഈ പറന്തലിൽ രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് തിരുഹിതമറിയാൻ 4 ദൈവപ്രവർത്തികൾ, 4 മാർഗങ്ങൾ കമ്പിവാചകത്തിൽ അടുത്ത 8 മിനിറ്റിനുള്ളിൽ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തി വേഗം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ചിന്ത, റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞു. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്? ഞാൻ സ്നേഹിക്കുന്ന ആത്മിക പിതാവ് TJ സമൽ സാറ് ഇന്നലെ ഈ യോഗം ഇനാഗുറേഷൻ ചെയ്ത സമയം മുതൽ ഈ പന്തലിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു പെർഫെക്റ്റ് ഗോഡ് വില്ലിലേക്ക്, പൂർണ്ണ ദൈവഹിതത്തിലേക്ക് ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. ഒരൊറ്റ അതരവ് പൂട്ടിവെക്കാതെ ഈ രാത്രി ചേർന്ന് പറ, നിന്റെ ആ സഭയ്ക്കകത്ത്, ആ കൊച്ചു കുടസ് മുറിക്കകത്ത് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം. എത്ര പേർക്ക് ഇന്ന് രാത്രി കമാൻ ഒന്ന് ശബ്ദം ഉയർത്തി, ഒന്ന് അതരങ്ങൾ തുറന്ന് ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി KJ മാത്യു സാറ് എനിക്ക് പിന്നാലെ ശക്തന, കൺവെൻഷൻ വേദികളിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു കർത്താവിന്റെ ദാസന. ഇന്ന് രാത്രി ഐസക് സാറുണ്ട്, ബഹുമാനപ്പെട്ട TJ സമൽ സാറുണ്ട്. അവരുടെ സാന്നിധ്യത്തിലൊക്കെ ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ അല്പ ഭയവും സഭാകമ്പവും ഒക്കെ ഇന്ന് രാത്രി ഒരുപക്ഷെ വേദിക്കകത്ത് കണ്ടേക്കാം. എന്നാൽ ഈ രാത്രി ചേർന്ന് വിളിച്ചു പറ, എന്നെ ബന്ധിക്ക, ഇവിടെ ഇരിക്കുന്ന ജനത്തെ ബന്ധിക്ക, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഈ രാത്രി ബന്ധനമില്ല. ശക്തിയോടെ ആധാരം തുറന്ന് രണ്ടാമത്തെ രാത്രിയിൽ അഭിഷേകത്തോടെ തിരമാലയുടെ ആരവാരത്തിന്റെ ശബ്ദം പോലെ, തകർത്ത ഇടിമുഴക്ക പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, വൈദികന്മാർ വീട് വിട്ടതെന്ന പോലെ നമ്മുടെ കയ്യിലുള്ള ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് രാത്രി ലോഗോസ് എഴുതപ്പെട്ട വചനമെന്ന് പറയും. പക്ഷെ ആ എഴുതപ്പെട്ട വചനം കൊണ്ട് ഇന്ന് രാത്രി അർത്ഥമില്ല. ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ പാസ്റ്റർ പ്രസംഗിച്ച, ഞങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ പഠിപ്പിച്ച ആ വെളിപ്പാട് പുസ്തകത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട്, ടാബർനക്കിൾ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, സ്പിരിച്വൽ വാർ ആത്മിക യുദ്ധത്തെക്കുറിച്ചുള്ള വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ പന്തലിന്റെ കീഴിൽ ഒരൊറ്റ വാക്കിൽ നീ കൽപ്പിച്ച ലോഗോസ്, അത് റീമയായി അയക്കപ്പെട്ട വചനമാ ഇന്ന് രാത്രി സ്വർഗം മാറ്റോ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യുക? കമാൻ, ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, രാജ്യങ്ങൾക്കപ്പുറം നിന്റെ തലമുറയിലേക്ക് ദൈവത്തിന്റെ വചന ഇന്ന് രാത്രി ശക്തിയോടെ വളരെ കാര്യമായി കടന്നു പോകാൻ പോകുക. പാളത്തിലൂടെ സഞ്ചരിക്കുന്ന തീവണ്ടിയേക്കാൾ വേഗതയിൽ, വായുമാർഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനമാർഗത്തെക്കാൾ വേഗതയിൽ, റോഡിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനേക്കാൾ വേഗതയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ചില മണ്ഡലങ്ങളിലേക്ക് രണ്ടാമത്തെ രാത്രി പാഞ്ഞു ചെല്ലാൻ പോകുക. വിശ്വസിക്കുന്നവർ കമാ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ആ ദ്വാരം തുറന്ന് ആത്മാവ് നിങ്ങൾക്ക് തരുന്ന നിയോഗം പോലെ അടുത്തിരിക്കുന്നവർ എന്തോ വിചാരിക്കട്ടെ, കരങ്ങളെ തട്ടണോ, കരങ്ങളെ ഉയർത്തണമോ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണമോ, ചേർന്ന് പറ, വചനത്തിന്റെ ശക്തി. രണ്ടാമത്തെ തലത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ വളരെ വേഗത്തിൽ കടന്നു വരികയാ. പ്രാർത്ഥിച്ചാൽ തിരുഹിതം വെളിപ്പെട്ട് വരും. പ്രാർത്ഥനയുടെയും ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരാധ്യനായ എൻ്റെ യേശു ക്രിസ്തുവാണ്. പ്രാർത്ഥന എന്ന ആദ്യ പദം ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തിലല്ല കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അബീമേലെക്കിന് സാറയോടൊരു താല്പര്യമുണ്ടായി. വളരെ വേഗത്തിൽ അബ്രഹാം ഇങ്ങനെ ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അബീമേലെക്കിനോട് സ്വർഗത്തിലെ ദൈവം ഒരു പാസ്റ്റർ അല്ല, ഒരു സഭയുടെ നേതാവല്ല, ഒരു അമരക്കാരനല്ല, ആരാധ്യനായി ദൈവം നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് വിളിച്ചു പറയുകയാ, മരിക്കാതിരിക്കണമെങ്കിൽ ആ മനുഷ്യനൊരു പ്രവാചകനാ. അവന്റെ മുന്നിൽ പോയി മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചോ, ചില മരണങ്ങൾ തട്ടിമാറോ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാ? രണ്ടാമത്തെ രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ശത്രു ബന്ധിച്ച ചില മരണശക്തികൾ, ചില സംഹാര ദൂതന്മാരുടെ ശക്തികൾ, നിന്റെ കുടുംബത്തിനെതിരെ പതിറ്റാണ്ടുകളായി വെളിപ്പെടുന്ന ചില ശാപശക്തികൾ ഇന്ന് രാത്രി സ്വർഗം വഴിമാറ്റാൻ പോകുകയാ. ആത്മാവിൽ അല്പം വിശ്വന്ന് പ്രാർത്ഥിച്ചോ, എന്റെ സമയം തീർന്നു വരികയാ. ശക്തിയോടെ അധരം തുറന്ന് പ്രാർത്ഥിച്ച ദൈവഹിതം വെളിപ്പെട്ട് വരും, പ്രാർത്ഥിച്ച ദൈവഹിതം വെളിപ്പെട്ട് വരും. രണ്ടാമത്തെ രാത്രിയിൽ അഭിഷേകത്തോടെ ഈ വചനം ഒരു ചാട്ടുളി പോലെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇന്ന് രാത്രി കടന്നു വരട്ടെ. പ്രാർത്ഥിച്ച ദൈവഹിതം വെളിപ്പെടാം. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഇന്ന് രാത്രി ഞാൻ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. മൂന്നാമത്തെ ചിന്ത ഇന്ന് രാത്രി എല്ലാവരും തിരിച്ചറിയണം, പ്രവചനം, പ്രൊഫസി. ദൈവഗീതം അറിയാം, ന്യൂ ടെസ്റ്റമെന്റിലെ ആദ്യത്തെ തലം ദൈവത്തിന്റെ വചനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത പ്രാർത്ഥന. പ്രവചനത്തെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കേട്ട ദൈവത്തിന്റെ ശബ്ദം, നമ്മുടെ സഭയുടെ അധ്യക്ഷൻ കേട്ട ദൈവത്തിന്റെ ശബ്ദം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേട്ട ദൈവത്തിന്റെ ശബ്ദം, നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഉദരത്തിൽ വഹിച്ചപ്പോ നിങ്ങളുടെ മാതാവ് കേട്ട ദൈവത്തിന്റെ ശബ്ദം, പ്രവചിച്ച പ്രവാചകൻ മരിച്ചു പോയിരിക്കുക, വെളിപ്പാട് കണ്ട പാവപ്പെട്ട മാതാവ് അകാല മൃത്യുവിലേക്ക് പോയേക്ക, ദർശനം കണ്ട വാത്സല്യ സഹോദരൻ അകാല മൃത്യുവിലേക്ക് പോയേക്ക. പക്ഷെ ഇന്ന് രാത്രി ഉള്ള ശബ്ദം മുടുക്കിയെടുത്ത് ഒരു ദൂത ഞാൻ വിളിച്ചു പറയുന്നു, പ്രവചനം മരിച്ചിട്ടില്ല. കരങ്ങളത് ഉയർത്തി ഒരു തകർപ്പ് സ്തോത്രം ചെയ്താട്ട് പോരാ, ശക്തിയോട് ആ ത്വര തുറന്ന് അഭിഷേകത്തോടെ. നാലാമത്തെ ഒരൊറ്റ ചിന്ത കൂടി പറഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ എൻ്റെ പ്രസംഗം ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ പെർഫെക്റ്റ് ഗോഡ് വിൽ, പൂർണ്ണ ദൈവഹിതം അറിയാൻ 4 മാർഗങ്ങൾ. 1 വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചന. 2 പ്രയർ, പ്രാർത്ഥന. 3 പ്രൊഫസി, ക്രൈസ്തവ പ്രവചന. 4ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ഹോളി ഗോസ്റ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ അകത്തേക്ക് ആത്മാവ് ഇറങ്ങി വരികയാ. എന്നാൽ ഒരു ടാരി മീറ്റിംഗ് അകത്ത്, ഒരു കാത്തിരിപ്പ് യോഗത്തിന്റെ അകത്ത്, ഒരു ഞായറാഴ്ച വചനം കേട്ടപ്പോ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കരങ്ങളെ തട്ടി കണ്ണുനീരോട് മുഴങ്കൽ മടക്കി ആ കൊച്ചു കുടുസുമുറിക്കകത്ത് പ്രാർത്ഥിച്ചപ്പോ വെളിപ്പെട്ട ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേർക്ക് ഇത് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാ? കമാൻ, ഒന്ന് ശബ്ദമുയർത്തി, ഒന്ന് ശക്തിയോടെ ഒരു ആത്മസാന്നിധ്യം 2 കരകളും ഒന്ന് ചേർത്തടിച്ച് ആത്മാവിന്റെ രാത്രിയുള്ളവർ ചേർന്ന് പറ, പോകണ്ട വഴി ഇന്ന് രാത്രി സ്വർഗം കാണിക്കുകയാ. പരിശുദ്ധാത്മാവ് പോകേണ്ട വഴി കാണിക്കാൻ പോകുകയാ. രൂത്ത് പറയുന്നു, ഞാനൊരു മോവാബിയ സ്ത്രീയാ, ബേത്ലഹേമിലേക്ക് വന്നു. അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോ അമ്മായിയമ്മ നവോമി പറയുകയാ, പൊക്കോ. പക്ഷെ അവൾ സഞ്ചരിക്കാൻ തുടങ്ങി. ബേത്ലഹേമിന്റെ വഴിത്താറി അറിയത്തില്ല, GPS അവളുടെ കയ്യിലില്ല, മാപ്പ് അവളുടെ കയ്യിലില്ല. പക്ഷെ അവളെ കൊണ്ടെത്തിച്ചത് ബോവസിന്റെ വയലില. കമാൺ, അക്കരകൾ തട്ടി അഭിഷേകത്തോടെ ശക്തമായി ചേർന്ന് പറ. ചിലര് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില മണ്ഡലങ്ങളിലേക്ക് ശക്തിയോടെ എത്തിക്കാൻ പോകുകയാ. കൃപയാൽ ബോവസിന്റെ വയലിൽ നവോമി എത്തിയിരുന്നുവെങ്കിൽ ബോധ്യത്തോടെയാ അവൾ ബോവസിന്റെ വയലിലേക്ക് പോകുന്നത്. പക്ഷേ GPS ഇല്ലാത്ത, മാപ്പില്ലാത്ത, ഗൂഗിൾ മാപ്പില്ലാത്ത, റോഡ് മാപ്പില്ലാത്ത രൂത്ത് പറയുകയാ, ഞാനൊരു പുതിയ ആളാ. ബേത്ലഹേമിന്റെ വില്ലേജ് എനിക്കറിയത്തില്ല, പഞ്ചായത്ത് എനിക്കറിയത്തില്ല. പക്ഷെ ബോവസിന്റെ വയലിൽ എത്തിച്ചത് പരിശുദ്ധാത്മാവാ. ഈ രാത്രി നിന്റെ സീമന്ത തലമുറയ്ക്ക്, നിന്റെ പുത്രന്മാർക്ക്, നിന്റെ പുത്രിമാർക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്ക് ശക്തിയോടെ വിളിച്ചു പറയൂ, പരിശുദ്ധാത്മാവ്